റാപ്പർ വേർഡിനെ കുറിച്ച് പഠിപ്പിക്കാനുള്ള കേരള സർവകലാശാല നീക്കത്തിൽ വിശദീകരണം തേടിയിരിക്കുന്നു വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ എന്നതാണ്. അടിയന്തരമായി വിശദീകരണം നൽകാൻ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗങ്ങൾക്കാണ് നിർദ്ദേശം നൽകിയത്. 4 വർഷ ഡിഗ്രി കോഴ്സിൽ ഇംഗ്ലീഷ് 3ാം സെമസ്റ്ററിലാണ് പാഠഭാഗമുള്ളത്. 24 ആണ് വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി. ഉമേഷ്, ഈ വാർത്ത ഒപ്പം തന്നെ ഒരു AI കവിത, അത് പാബ്ലോ നെരൂദയുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു എന്ന്, ഈ 2 വാർത്തകൾ നമ്മൾ പുറത്തുവിട്ടതാണ്. ഇതിന്മേൽ വിശദീകരണം തേടിയിരിക്കുകയാണോ VC? തീർച്ചയായും അനുജ, 2 വിഷയങ്ങളിലും ഇപ്പോൾ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ വിശദീകരണം തേടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ AI കവിത സംബന്ധിച്ച വാർത്ത പുറത്തുവിടുന്നത്. അതായത് ഈ കേരള സർവകലാശാല 4 വർഷ ഡിഗ്രി കോഴ്സിലെ 1ാം സെമസ്റ്റർ വിദ്യാർത്ഥികൾക്കായിരുന്നു ഒരു AI കവിത പാബ്ലോ നെരൂദയുടെ കവിതയാണ് എന്ന നിലയിൽ പഠിപ്പിച്ചത്. അതായത് ഇംഗ്ലീഷ് യു ആർ എ ലാംഗ്വേജ് എന്ന ഹെഡിങ് ഉണ്ടായിരുന്നു. ബൈ പാബ്ലോ നെരൂദ എന്ന് എഴുതിയിരുന്നു. അത് സിലബസിൽ അബദ്ധത്തിൽ കടന്നുകൂടിയതാണ്. ആ പേരിൽ കവിത കിട്ടാത്തതിനാൽ ആ അധ്യാപകർ AIയോട് ചോദിക്കുന്നു. AI ഒരു കവിത നൽകുന്നു. ആ കവിത വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു. വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി കഴിയുകയും ചെയ്തു. അവരിപ്പോൾ 3ാം സെമസ്റ്ററിലേക്ക് എത്തി. 3ാം സെമസ്റ്ററിലെ വിദ്യാർത്ഥികൾക്കാണ് റാപ്പർ വേർഡിനെ കുറിച്ചുള്ള ഭാഗം പഠിക്കേണ്ടി വന്നത്. അത് ഒരുപക്ഷെ അതൊരു ചരിത്ര പഠനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ പഠനത്തിൽ ഒരു പ്രശ്നമുള്ളതായി കാണുന്നില്ല. കാരണം കേരളത്തിലെ ഫോക്ക് കൾച്ചറിനെ കുറിച്ച് റാപ്പ് കൾച്ചറിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ലേഖനം, അത് കേരള സ്റ്റഡീസ് ഇൻ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന പാഠഭാഗത്തിൽ വരുന്നതാണ് ഈ സ്റ്റഡി, ഈ പഠനം. ഈ ലേഖനത്തിൽ ഒരു ഭാഗത്ത് കേരളത്തിൽ വേടൻ ഒരു റാപ്പ് കൾച്ചറിന് തുടക്കം കുറിച്ച ആളാണ്. അദ്ദേഹം ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയും അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയും അവർ ശബ്ദിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ വരികൾ ആ രീതിയിലാണ് അദ്ദേഹം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നായിരുന്നു ആ ഒരു പാരഗ്രാഫ് മാത്രമുള്ള ആ ഒരു ലേഖനത്തിൽ പറയുന്നത്. ലേഖനത്തിലെ ഒരു ഭാഗം പറയുന്നത്, ആ ഭാഗം ഉൾപ്പെട്ടത് എന്ന് പറയുന്നത് അത്തരത്തിലൊരു പ്രശ്നമാകുന്ന കാര്യമല്ല. ഒരു പക്ഷേ AI കവിത വിദ്യാർത്ഥികളെ പഠിപ്പിച്ചതുപോലെ ഒരു പ്രശ്നമാകുന്ന കേസല്ല. പക്ഷേ സ്വാഭാവികമായും മോഹനൻ കുന്നുമ്മൽ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയം തുടങ്ങിയവെല്ലാം ഈ ഒരു വിഷയം കൂടി ഈ കാരണം കാണിക്കൽ നോട്ടീസിന് കാരണമായിട്ടുണ്ടാവും. എന്തായാലും കാലിക്കറ്റ് സർവകലാശാല വേടൻ്റെ പാട്ടുകൾ അത് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചപ്പോൾ തന്നെ BJP അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങൾ അടക്കമുള്ളവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. എന്തായാലും ഇവിടെ കേരള സർവകലാശാലയിൽ ഈ 2 കാര്യങ്ങളും പഠിപ്പിച്ച് കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ 24 പുറത്തു കൊണ്ടുവന്നതിന് ശേഷമാണ് ഇക്കാര്യങ്ങൾ വൈസ് ചാൻസലർ അടക്കം ശ്രദ്ധയിൽപ്പെടുന്നത്. ഒടുവിൽ എന്തായാലും ഈ വിഷയത്തിൽ വിശദീകരണം തേടിയിട്ടുണ്ട്. ബോർഡ് ഓഫ് സ്റ്റഡീസിനോടാണ് വിശദീകരണം തേടിയിരിക്കുന്നത്. അനുജ, ഏതായാലും വിദ്യാർത്ഥികൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ 24 ഈ വാർത്ത പുറത്തു കൊണ്ടുവരുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത്. ഏതായാലും വിശദീകരണം തേടിയിരിക്കുകയാണ് ബോർഡ് ഓഫ് സ്റ്റഡീസിനോട് വൈസ് ചാൻസലർ.